ഇന്ന് നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നിയമസഭാ മന്ദിരത്തിലാണ്. യുവമാരെ മുന്നേ ഒന്ന് ഷൈൻ ചെയ്തിട്ട് വേറെ കാര്യം ചുമ്മാ ഓരോന്നും പേടിപ്പിക്കാനായി ഒരു കാര്യം ഓർമ്മിപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ചേർക്കുക. റിയാസിനെ സ്പീക്കർ നാറ്റിച്ചു വിട്ടു. നിയമസഭയിൽ മരുമോൻ മാസാവാൻ നോക്കിയതാണ്. മോഹൻലാലിന്റെ അയാൾ കഥ എഴുതുകയാണെങ്കിൽ ശ്രീനിവാസൻ തഹസിൽദാരായി ജോയിൻ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ തഹസിൽദാർ കസേരയിൽ നിന്നും ആ സിനിമയിലെ നായിക മാറിക്കൊടുക്കാത്ത രംഗമുണ്ട്. അതെ അത് ആ വിഷയമുണ്ട് സാർ. അതിന് ഇങ്ങേരിത് ചിരിപ്പിച്ചു കൊല്ലുമല്ലോ. ഒരു ബന്ധവുമില്ലാത്ത വിഷയങ്ങളൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ പോയാൽ അമ്മായിയച്ഛനും മരുമോനും കേരളത്തിലെ കമ്മ്യൂണിസം തുടച്ചു നീക്കും. അപ്പോൾ ഒരു സിനിമ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മുൻ മന്ത്രി രംഗത്തെത്തിയത്. ഇപ്പോഴത്തെ ഡോക്ടർ മീനാക്ഷി, ഡോക്ടർ റീന തർക്കമാണ് ഇപ്പോൾ റിയാസ് പരിഹസിച്ചത്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി രൂക്ഷമായ സാഹചര്യം നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുഹമ്മദ് റിയാസാണ് നോട്ടീസ് നൽകിയത്. പകർച്ചവ്യാധി മാത്രമല്ല, ഈ സർക്കാർ വന്നതിന് ശേഷം സർക്കാർ ആശുപത്രികളിൽ നടന്ന ചികിത്സാ പിഴവുകളുടെ കാര്യം കൂടി പറഞ്ഞ് പോകേണ്ടതുണ്ട്. എന്നാൽ ഇക്കാര്യം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവുമില്ലെന്ന് ചൂണ്ടിക്കാട്ടി അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി കെ മുരളീധരൻ നിഷേധിച്ചു. ഇവിടെ ഈ പറയുന്നത്ര യാതൊരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷവും കേരളത്തിലില്ല, ആരോഗ്യവകുപ്പിലുമില്ല. എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം കഴിഞ്ഞ 10 വർഷത്തെ റീൽസും 5 വർഷത്തെ വീണമീട്ടലുമാണ് സർക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നം. കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണമീട്ടലുമായിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ എന്തായാലും നിയമസഭയിൽ ഫുൾ കോമഡിയാണ്. പിണറായിയെ ട്രോളി രമേശ് പിഷാരടി പറഞ്ഞതും ഇപ്പോൾ വൈറലാണ്. ഇന്ന് ഈ ബജറ്റ് ലോകമെങ്കും വിളങ്ങിയിടാൻ ധനകാര്യമന്ത്രി തന്നെ എന്ന് പറയുന്ന ഒരു പാട്ടിനൊക്കെ സ്കോപ്പ് ഉണ്ട്. പക്ഷേ നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.